ഇപ്പോൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണയും അമൽ തേനമ്പറമ്പനും നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ആദ്യ ചർച്ചയ്ക്ക് വിവാദ വിഷയങ്ങളിൽ ആദ്യ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണോ നിയമസഭയിൽ? മാധു, ആദ്യ ദിവസം പ്രതിപക്ഷം സർക്കാരിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കാൻ കൊണ്ടുവന്ന വിഷയം അത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കടന്നുവന്ന മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശവും PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നു. അത് സ്പീക്കർ സഭയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 12 മണിക്കാണ് ചർച്ച. അമൽ, എന്താണ് നടക്കുന്നത്? വീണ്ടും സഭയിൽ പ്രതിപക്ഷ ബഹളം നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. സ്പീക്കറുമായുള്ള തർക്കം തുടരുകയാണ്. നമുക്ക് അവരുടെ സഭയിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. വലിയ തോതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒരു കാര്യം ഏറ്റവും പ്രധാനം, ഇന്ന് രാഷ്ട്രീയമായി സർക്കാർ ഈ വിഷയ സഭയിൽ വിശദീകരിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നു. അതായത് എന്തു വിശദീകരണമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം മലപ്പുറം മുഖ്യമന്ത്രി ഡൽഹിയിൽ ദ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖം, ആ അഭിമുഖത്തിൽ സ്വർണ്ണക്കടത്തുമായി ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മലപ്പുറം ജില്ലയിൽ വരുന്ന ഈ സ്വർണ്ണമടക്കമുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നു എന്ന പരാമർശം വന്നു. അതിൽ മലപ്പുറം എന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നതല്ല, ഒരു PR ഏജൻസി വഴി വന്നതാണ് എന്നതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് അഭിമുഖം വന്ന് തയ്യാറാക്കിയത്, തരപ്പെടുത്തി നൽകിയത് ഒരു PR ഏജൻസിയാണെന്നും ആ നോട്ട് നൽകിയത് PR ഏജൻസിയാണെന്നും ഹിന്ദു പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി അത് പിന്നീട് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി ഹിന്ദുവിനെ കുറ്റപ്പെടുത്തിയില്ല, പക്ഷേ തനിക്കൊരു PR ഏജൻസി ഇല്ല എന്ന വാദമെല്ലാം അദ്ദേഹം മുൻകാലങ്ങളിലെ പോലെ തന്നെ ആ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചു. അതിനെല്ലാം അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതിന് അപ്പുറമായി എന്തെല്ലാമാണ് ഇന്ന് നിയമസഭയിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്നത് നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ പ്രസക്തമാണ്. കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ ശക്തമായ വാദഗതികൾ ഉയർത്താൻ സാധിക്കും. പ്രതിപക്ഷത്തിന് അവർ കഴിഞ്ഞ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന, മുഖ്യമന്ത്രി വായിക്കുന്ന ഓരോ കാര്യങ്ങളും PR ഏജൻസി എഴുതി കൊടുക്കുന്നതാണ് എന്ന ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷം എല്ലാ ഘട്ടത്തിലും ഉയർത്തിക്കുന്നത്. അത് ശരിവെക്കുന്നതാണ്. PV അൻവർ എന്ന ഭരണകക്ഷി MLA അദ്ദേഹം ഒരു കുടത്തിൽ നിന്ന് തുറന്നുവിട്ട വിവാദഭൂതമാണ് ഇത്തരം വലിയ പ്രക്ഷുബ്ധതയ്ക്ക് വെക്കുന്നത്. പക്ഷേ അന്നില്ലാത്തൊരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ പ്രശാന്ത് കൃഷ്ണ. അത് KT ജലീലിന്റെ പരാമർശമാണ്. മറ്റൊരു ഭരണകക്ഷി MLA KT ജലീൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ എങ്ങനെ പ്രതിരോധിക്കും സർക്കാർ? ഈ ചർച്ച വരുമ്പോൾ അതൊക്കെ ചോദിക്കില്ലേ? തീർച്ചയായും ജലീലിന്റെ നിലപാടടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ കൃത്യമായും വിശദീകരിക്കാൻ തയ്യാറെടുപ്പോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് അതിലേറ്റവും പ്രധാനമായ പിടിവള്ളി എന്നത് അന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് താൻ കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറം എന്ന ഭാഗമുണ്ടായില്ല. പിന്നീട് മലപ്പുറം എന്ന ഭാഗം അതിൽ ഉൾപ്പെട്ടത് തൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യപ്രകാരമല്ല, സർക്കാരിന് അങ്ങനൊരു നിലപാടില്ല. അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചർച്ച തന്നെയായിരിക്കും ഭരണപക്ഷം നയിക്കുക, മുഖ്യമന്ത്രി നടത്തുക. PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് PR ഏജൻസി ഇല്ല, സർക്കാരിന്. എന്തായാലും നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. ഭരണപക്ഷത്തെ ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷവും കൃത്യമായി പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഭരണപക്ഷവും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.